யாரா இது பாதிராத்திரியில தூங்க விடாம? யாரா இது ஹலோ பாதிராத்திரியில தூங்க விடாம? சார் சார் இங்க ஒரு பொண்ணு தற்கொலை பண்ணிட்டாங்க சார். என்ன சார் இங்க ஒரு பொண்ணு தற்கொலை பண்ணிட்டாங்க சார். என்னது தற்கொலையா? ஆமா சார். யோ எங்கயா? சார் இங்க சாய்பாபா காலனி என்ன சார் ரோட்ல இருக்கிற பக்கத்துல பிஜி ஹாஸ்பிட்டல் சார். ஓ சரி சரி சரி, யாரையும் உள்ள அலோவ் பண்ணாத, அதான் வரேன். ஓ லதிகா வாமா. சார் சாய்பாபா காலனி என்ன சார் ரோடு பக்கத்தில் இருக்கிற பிஜி ஹோமில் ஒரு பொண்ணு சூசைட் பண்ணதா தகவல் வந்து. அங்கே அங்கே நிப்பாட்டுப்பா. நல்ல பசங்களா நான் ஸ்பாட்டில் தான் இருக்கேன். ஆம்புலன்ஸ் வந்துருச்சு. நான் அனுப்பி வைக்க லொக்கேஷன் வந்துடுறேன். வந்துடுங்க. எல்லோரும் வந்துட்டாங்க. வந்துருங்க. ஆம்புலன்ஸ் வந்துருச்சு. நான் அனுப்பி வைக்க லொக்கேஷன் வந்துடுங்க. வந்துடுங்க. ஏயா நீங்கள் தான் சொன்னாரா? அதே சார். ஓ மலையாளமோ? ஆமாம் சார். இங்கே வாயா. ஆ ஆமாம், லேடிஸுக்கு மட்டும்தான் பிஜி விடுவீங்களோ? അവർ വല്ലാണ്ട് തൊന്തരവ് பண்ணார்ல சார், அதான் அவர் கொடுக்குறேன். இப்போ என்னாச்சு? இப்போ கொஞ்சம் பணிபாடு இருக்குது சார். வயசு என்ன? എനിക്ക് 53. அது யாரு? அது என் பொண்டாட்டி சார், அவர் தமிழ். இவரை பற்றி அந்த பொண்ணுங்க இதுக்கு முன்னாடி ஏதாச்சும் உங்ககிட்ட சொல்லியிருக்காங்களா? இல்லை சார், ஒரு பிரச்சனையும் இல்லை. உன்னை கேட்டானா? இல்லை சார், இது வரைக்கும் யாரும் எதுவும் சொன்னதில்லை. ஆ ஆ அந்த பொண்ணை உங்களுக்கு எத்தனை நாளாக தெரியும்? 1 இயருக்கு மேலே தெரியும் சார். ஆனால் அவங்களால எந்த பிரச்சனையும் இல்லை. ആ പിന്നെ ഇന്ന് ന്യൂ ഇയറില്ല സാർ, அவங்க കുറച്ച് പേരടിയിലായിരുന്നു, അതിനിടയില്ല സാർ. முதல்ல அந்த பாடி யார் பார்த்தது? അതെ സർ, ഞാൻ ആദ്യം കണ്ടത്. உங்களுக்குள்ள ஏதாச்சும் பிரச்சனை இருந்துச்சா? അവര് തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നു. அப்படின்னா? എന്ന് വെച്ചാ പക്ഷെ ഇന്ന് இந்த வீட்டில் தான் ஒரு கேரளா பொண்ணை கொலை பண்ணியிருக்காங்க. நம்ம எல்லாரும் அதை சூசைடுன்னு நினைச்சோம். ஆனால் அது சூசைடு இல்லை, கொலைதான்னு போலீஸ் விசாரணை தெரிய வந்திருக்கு. அவங்கள கொலை பண்ணவங்க அவங்க ரூம்மேட் தான். ஆனால் அவங்க ஒரு டிரான்ஸ் உமன்னு போலீஸாக தெரிவிச்சிருக்காங்க. மேடம் மேடம் மேடம், மேலே குற்றம் சொல்லியிருக்காங்க. இதுக்கு என்ன பதில் சொல்ல போறீங்க? இது உண்மையாமாங்க? சொல்லுங்க. ചേട്ടാ കൈ ഒന്ന് അനക്കാതെ പിടിക്കണേ. ചേട്ടാ ഒരു മിനിറ്റ്. ഹലോ, ആടെ പറ. എടി നീ ഡ്യൂട്ടിയിലാണോ? ആടി ചെറിയൊരു തിരക്കില. എന്താടി കാര്യം? ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഞാൻ ക്യാമ്പിങ്ങിന്റെ പേജിലെ ഗീവ് അവേയിൽ നിന്നെ മെൻഷൻ ചെയ്ത് ഓർമ്മയില്ലേ? അതിപ്പോ നിന്റെ സ്ഥിരം പരിപാടിയല്ലേ. എന്നിട്ട് ആ ഗീവ് അവേയിൽ നമ്മൾ വിന്നർ ആയിട്ടുണ്ട്. ന്യൂ ഇയറിന് നടക്കുന്ന ഒരു അട്ടപ്പാടി ട്രിപ്പില് നമുക്ക് ഫ്രീ എൻട്രി. അപ്പൊ എങ്ങനെ സെറ്റ് ആക്കല്ലേ? എടാ എനിക്ക് ലീവ് കിട്ടുമെന്ന് അറിയില്ല. ഞാൻ എന്തായാലും നിന്നെ ഫ്രീ ആയിട്ട് വിളിക്കാം. ഓക്കെ? ഒന്നും പറയണ്ട, നമ്മൾ പോകുന്നു. ഇതൊന്ന് കുത്തി തരുമോ? ഓക്കെ ബാ. നമ്മുടെ ന്യൂ ഇയർ ക്യാമ്പിന്റെ ഗിവ് അവേയുടെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. 1000കണക്കിന് കമന്റുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ആ ഭാഗ്യശാലികൾ ഇവരാണ്: ലൈല, ബിഗം ആൻഡ് നിമിഷ നിമ്മി.
അപ്പോ മറക്കണ്ട, ഡിസംബർ 31 അട്ടപ്പാടിയിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുന്നത്. അതിൽ ഇനിയും കുറച്ച് സ്ലോട്ടുകൾ ബാക്കിയുണ്ട്. താല്പര്യമുള്ള അപ്പൊ ഗൈസ്, ഞാനിപ്പോ മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. ഇവിടെ ഞങ്ങൾ അട്ടപ്പാടിയിൽ നടക്കുന്ന ഒരു ക്യാമ്പിന്റെ ഭാഗമായി അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതാണ് ഞങ്ങൾക്ക് പോകാനുള്ള KSRTC ബസ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു KSRTC ബസ് യാത്ര ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ വൈബിലാണ് ഞാനിപ്പോ. അപ്പൊ നമ്മുടെ ക്യാമ്പ് ബസ്സിൽ ഓരോരുത്തരായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ KSRTC ബസ് പുറപ്പെടുന്നതാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും പരിചയപ്പെടാവുന്നതാണ്. ഇത് മേഘ. ഞാൻ ഇവിടെ നിന്ന് പരിചയപ്പെട്ടൊരു മെമ്പറാണ്. മേഘ ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ഓക്കെ, ഞങ്ങളിപ്പോ പുറപ്പെടും. ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്, നിങ്ങൾ അങ്ങോട്ട് എത്തിയാൽ മതി. ഹായ് ഡിയർ മെമ്പേഴ്സ്, ഞാനാണ് ഈ ക്യാമ്പിന്റെ ഓൾ ഇൻ ഓൾ. ഡീറ്റെയിൽ ആയിട്ട് വഴിയെ പരിചയപ്പെടാം. അപ്പോ ഇപ്പൊ എല്ലാവരും ബസ് കയറിക്കോ. ഓക്കെ. അല്ല ബ്രോ, ഇനി ആൾക്കാർ വരാല്ലേ? അവര് ക്യാമ്പിൽ എത്തിക്കോളൂ. ഇപ്പൊ എല്ലാരും നോക്കിക്കാതെ ബസ് കയറി. ബസ് കയറി കേറാം. നമുക്ക് അങ്ങോട്ട് ഇരുന്നാലോ? വേണ്ട. അപ്പൊ ഗൈസ്, ബസ് പുറപ്പെടാറായി. ബാക്കിയുള്ള വിവരം ഞാൻ ഓൺ ദി വേ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ബൈ. ചേട്ടാ ഒന്ന് പിടിക്കോ? ഓക്കെ ഓക്കെ. താങ്ക്സ്. വ്ളോഗറാണല്ലേ? ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. തിരിച്ച് ഫോളോ ചെയ്തിട്ടില്ല. ആണോ? എന്താ പേര്? ഐ എം കണ്ണൻ. എന്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോ കാണിച്ചു തരാം. ഒരു സെക്കൻഡേ. വേണ്ടേ, ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോ. റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ടേ. കണ്ണാപ്പിയില്ലേ? ഫോളോ ചെയ്തോളാം. കണ്ണാപ്പി അല്ല, കണ്ണൻ പി. ഇവള് ശരിയാവില്ല, തള്ളവൈവ. അപ്പൊ എങ്ങനെയാ മോഹനേട്ടാ, പറപ്പിക്കല്ലേ? എന്നാ ചവിട്ടി വിട്ടോ. പരിചയമില്ലാത്ത കുറെ ആളുകൾ ഒരുമിച്ച് ഒരു ദിവസം ഒരു സ്ഥലത്ത്. വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ? എനിക്ക് നല്ല എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. എല്ലാരും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അല്ലേ? അതെ അതെ. ഗാനമേളക്കാരാണല്ലേ? ഉത്സവത്തിനാവൂലേ? അത് നന്നായി. ഞാൻ സുമേഷ്, ഇവരുടെയൊക്കെ ഗ്രൂപ്പിന്റെ ലീഡറാ. നമുക്കേ മൊത്തത്തിൽ ഈ മൂടൊന്ന് മാറ്റണം. ഒരു പാട്ട് പിടിച്ചാലോ? അതെന്താ നോക്കാം. KSRTC ബസ് അട്ടപ്പാടി ചുരം, നാടൻ പാട്ട്, പൊളി വൈബായിരിക്കും അല്ലേ?